നെയ്യാറ്റിൻകരയിൽ മക്കൾ സമാധിയിരുത്തിയ ഗോപന്റെ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും. നടപടി പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാളെ വിട്ടു നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കല്ലറ തുറന്ന് പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. ഗോപന്റേത് സ്വാഭാവിക മരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. ഗോപൻ എന്നറിയപ്പെടുന്ന മണിയൻ കഴിഞ്ഞ വ്യാഴാഴ്ച സമാധിയായെന്നും മരിച്ചിരുന്ന സ്ഥലത്ത് കോൺക്രീറ്റർ പണിതെന്നുമാണ് മക്കൾ പറഞ്ഞിരുന്നത്. നാട്ടുകാരുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കല്ലറ പൊളിക്കാനെത്തിയപ്പോൾ കുടുംബം വലിയ തോതിലുള്ള പ്രതിഷേധമാണ് നടത്തിയത്. എന്നാൽ ഇന്ന് അതുണ്ടായില്ല. രാവിലെ കല്ലറ തുറന്ന് ഗോപന്റെ മൃതദേഹം പുറത്തെടുത്തു. ഇരിക്കുന്ന നിലയിലാണ് കല്ലറയിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിനു ചുറ്റും ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തു. ഗോപന്റേത് സ്വാഭാവിക മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. എന്നാൽ അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധന വന്നാൽ മാത്രമാണ് കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. ഗോപന്റെ മൃതദേഹം നാളെ കുടുംബത്തിന് വിട്ടു നൽകും. നിലവിൽ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.